സഹകരണ വിദ്യാഭ്യാസ മേഖലയിലെ ഫീസ് വർധനവിനെതിരെ സെക്രട്ടേറിയറ്റിലേക്ക് ഇന്നലെ ഒരു എസ്.എഫ്.ഐ മാർച്ച് നടത്തിയിരുന്നു. അതിൽ ഒരു ബ്ലേഡ് പ്രയോഗം നടത്തിയിട്ടുണ്ട്. അതായത് പോലീസ് ഉദ്യോഗസ്ഥരെ വരെ ബ്ലേഡ് കൊണ്ട് ഉപദ്രവിച്ചിട്ടുണ്ട്. അപ്പം നമുക്കറിയാം നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ സമരങ്ങൾ ചെയ്യുന്നതൊക്കെ നല്ലതാണ്. പക്ഷേ ഇതുപോലെ പൊതുമുതൽ നശിപ്പിച്ചും മറ്റുള്ളവരെ ഉപദ്രവിച്ചും നടത്തുന്ന സമരത്തിന് യോജിക്കാനാവുമോ? മറ്റു ഒരു സമരമുറകൾ നമുക്കിത് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. പക്ഷേ എസ്.എഫ്.ഐക്കാർ ഏത് നിലയിലേക്ക് പോകുമെന്ന് ആർക്കും പറയാൻ കഴിയില്ല. കാരണം ഇതിനു മുമ്പ് ഇതുപോലൊരു സമാനമായിട്ടുള്ള ഉപദ്രവവും അല്ലെങ്കിൽ ആക്രമകരമായുള്ള അക്രമകര സംഭവങ്ങളിലേക്കും ഈ എസ്.എഫ്.ഐയുടെ മാർച്ചും അല്ലെങ്കിൽ പ്രതിഷേധങ്ങളും സംഭവിച്ചിട്ടുള്ളൂ. അതായത് ഒരു എന്താ പറയുക, ഒരു തുടലഴിച്ചു പോയ തെരുവുനായകളെ ഈ ഒരു അഴിഞ്ഞാടുന്ന പോലെ ആയിരുന്നു എസ്.എഫ്.ഐയുടെ അല്ലെങ്കിൽ എസ്.എഫ്.ഐ പ്രവർത്തകർ ഇന്നലത്തെ ആ ഒരു തലസ്ഥാനത്തുള്ള അഴിഞ്ഞാട്ടം. ഒരു ലാത്തിയും അല്ലെങ്കിൽ ഒരു ഹെൽമറ്റും ഉപയോഗിച്ച് ഇവരെ തടയുന്ന പോലീസുകാർക്ക് എന്തിനാണ് ബ്ലേഡ് എന്നാണ് ഇപ്പോൾ സാധാരണക്കാരും ചോദിച്ചു പോകുന്നത്. അപ്പോൾ അവിടെ ആ ബ്ലേഡ് വരാൻ കാരണക്കാരായിരിക്കും? സ്വാഭാവികം എസ്.എഫ്.ഐ പ്രവർത്തകരും. പക്ഷേ അവർ തന്നെ പറയുന്നു ഈ പോലീസുകാർ ഈ ഒരു ഇവരുടെ കയ്യിൽ ബ്ലേഡ് ഉപയോഗിച്ച് വനിതാ പ്രവർത്തകരെ ഉൾപ്പെടെ അല്ലെങ്കിൽ പ്രതിഷേധിച്ച എല്ലാ പ്രതിഷേധക്കാരെയും ബ്ലേഡ് വെച്ച് വരഞ്ഞ് മർദ്ദിക്കുകയും കൂടാതെ വനിതാ പോലീസ് ഇല്ലാതെ വനിതാ പ്രവർത്തകരെ കൈകാര്യം ചെയ്തു എന്നാണ് എസ്.എഫ്.ഐയുടെ ആരോപണം. അതിൽ ഉന്നയിച്ച് DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. അരിയാഹാരം കഴിക്കുന്ന ഒരു സാധാരണക്കാരന് മനസ്സിലാവും ഈ ഒരു എസ്.എഫ്.ഐയുടെ അല്ലെങ്കിൽ എസ്.എഫ്.ഐ എന്ന സംഘടനയുടെ പ്രതിഷേധത്തിൻ്റെ നിലവാരം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടിരുന്നത്, അതായത് ഈ പോലീസിനെതിരെ എത്ര അക്രമശക്തമായിട്ട് പെരുമാറാവുമോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ആഞ്ഞടിച്ചിട്ടുള്ള ഒരു ചരിത്രമാണ് ഈ എസ്.എഫ്.ഐക്കുള്ളത്. കഴിഞ്ഞ 10 വർഷം ഇതുവരെ കാര്യമായിട്ടുള്ള ഒരു സമരങ്ങളോ അല്ലെങ്കിൽ അതുപോലുള്ള പ്രതിഷേധങ്ങളോ നടത്താത്ത ഒരു എസ്.എഫ്.ഐ ഇപ്പോൾ ആ ഒരു പ്രതിഷേധ മേഖലയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. ഇവരുടെ അക്രമങ്ങളെല്ലാം ഈ ഒരു കാലയളവിൽ കോൺഗ്രസ് അല്ലെങ്കിൽ UDF അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ നടന്നിട്ടുണ്ടെങ്കിൽ പോലും പൊതുമുതൽ നശിപ്പിച്ച് ഇത്ര വയലൻ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് മുതലാണ് തുടങ്ങിയിട്ടുള്ളത്. അതായത് കഴിഞ്ഞ മുൻ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചിരുന്നല്ലോ. ആ സമയത്ത് ഈ ഒരു മന്ത്രിക്ക് പിടലിക്ക് ഉളുക്ക് പറ്റി എന്ന് പറഞ്ഞ് ആ ഒരു കാരണത്താൽ എല്ലാ കോൺഗ്രസ് ഓഫീസും അടിച്ചു തകർക്കട എന്നുള്ള ഒരു ആഹ്വാനത്തോടെ കലാപം അഴിച്ചുവിടുകയായിരുന്നു ഈ ഒരു എസ്.എഫ്.ഐ കൂട്ടം. അതായത് തുടലഴിഞ്ഞു പോയ പട്ടികളെ പോലെയാണ് ഇപ്പോൾ ഈ എസ്.എഫ്.ഐയുടെ ഈ ഒരു പെരുമാറ്റം. കൂടാതെ പോലീസിൻ്റെ ബാരിക്കേഡിൽ കെട്ടിവെച്ചിരിക്കുന്ന ആ കയറ് അത് പൊതുമുതലാണ്. ആ പൊതുമുതൽ അറുത്ത് മാറ്റാൻ 1-2 രൂപയുടെ ബ്ലേഡ് കൊണ്ടാണ് ഈ കുട്ടി സഹാക്കന്മാർ വരുന്നത്. അപ്പോൾ 10,000 രൂപയാണ് അതിന് പിഴ. ഇപ്പോൾ അവർ തന്നെയാണ് ഈ ഒരു ബ്ലേഡ് കൊണ്ടുവന്നതെന്നും പോലീസ് അതിൽ ഈ ഒരു ആക്രമണത്തിൽ ഒരു പോലീസുകാരൻ്റെ വിരൽ വരെ നഷ്ടപ്പെട്ടു. ആ ഒരു പോലീസുകാരൻ പരാതിയിൽ ഇതുപോലെ കാര്യമായിട്ട് തന്നെ FIR ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇത് എത്രത്തോളം പോകുമെന്നാണ്. അതായത് ഇതുപോലുള്ള ഒരു കവലച്ചട്ടമ്പികളെ പിടിച്ചടക്കിയില്ലെങ്കിൽ ഈ കേരളത്തിലെ പൊതുസമാധാനം നശിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പം നമ്മൾ പണ്ട് പറയുന്നത് കേട്ടിട്ടുണ്ട്, അതായത് കൊച്ചു പിള്ളേർ തെറ്റ് ചെയ്യുമ്പോൾ മുതിർന്നവരത് പറഞ്ഞ് മനസ്സിലാക്കണമെന്ന്. പക്ഷേ ഇവിടെ CPIക്ക് SFI ചെയ്യുന്ന തെറ്റുകളെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം തന്നെ പോലീസുകാരാണ് ബ്ലേഡ് കൊണ്ടുവന്നത് എന്നാണ് CPMൻ്റെ ആരോപണം. അതായത് പ്രതിഷേധം തടയാൻ വന്ന പോലീസുകാർക്ക് ബ്ലേഡ് എന്തിനാണെന്ന് ആർക്കും ചിന്തിക്കാവുന്ന കാര്യമാണ്. ആ ഒരു കാര്യമാണ് CPM ഉന്നയിക്കുന്നത്. അതായത് SFIക്കാരല്ല കൊണ്ടുവന്നത്, അത് പോലീസുകാരാണ് കൊണ്ടുവന്നത്. അത് SFIയിലേക്ക് തലയിൽ കെട്ടിവെക്കാൻ പോവുകയാണെന്നുള്ളത്. പക്ഷെ ഇപ്പം തെളിഞ്ഞിരിക്കുകയാണ് അത് SFIക്കാർ തന്നെയാണ് കൊണ്ടുവന്നതെന്ന്. ഇനി എന്ത് ന്യായമായിരിക്കും CPM ഉന്നയിക്കുന്നത്? ഈ തലയിരിക്കുമ്പോൾ വാലാടരുന്നൊരു ചൊല്ലുണ്ടല്ലോ. പക്ഷേ ഈ തലയും വാലും ഒരുമിച്ചാടിയാൽ എങ്ങനെ ഉണ്ടായിരിക്കും? അതാണ് ഇവിടെ സംഭവിച്ചത്. അതായത് ഈ കുട്ടി സഹാക്കന്മാർക്ക് ഈ വളം വെച്ച് കൊടുക്കുന്നത് ഈ മുതിർന്ന സഹാക്കന്മാർ തന്നെയാണ്. ആ സഹാക്കന്മാർ തന്നെയാണ് ഇവരെന്ത് പോക്കിരിത്തരവോ എന്ത് തോന്നിവാസം കാണിച്ചാലും അതിന് ഫുൾ ലൈസൻസാണ്. നമ്മുടെ കേരളത്തിൽ ആരും ചോദ്യം ചെയ്യാനില്ല, നമ്മുടെ നാടാണ്, അല്ലെങ്കിൽ നമ്മളല്ലാതെ മറ്റാരെന്നുള്ള ഒരു രീതിയിൽ അല്ലെ ഒരു അക്രമങ്ങൾ എന്നത് തങ്ങളുടെ മാത്രം കുത്തകയാണെന്നുള്ള ഒരു ധാരണയിലൂടെ മുന്നോട്ട് പോകുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി പോരാടേണ്ട ഒരു സംഘടന. പക്ഷേ വിദ്യാർത്ഥികളുടേതായിട്ടുള്ള ഒരു അവകാശങ്ങളും നേടിക്കൊടുക്കാൻ കെൽപ്പില്ലാതെ സ്വന്തം നേതാക്കന്മാരുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം അല്ലെങ്കിൽ ആ ഒരു പാർട്ടിയുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം സമരം ചെയ്യാനും അടിച്ചൊതുക്കാനും അല്ലെങ്കിൽ അക്രമം നടത്താൻ വേണ്ടി മാത്രം
ഈ ഒരു വലിയ സഹാക്കന്മാർ വളർത്തി വരുന്ന ചെറിയ ചെറിയ കുട്ടി ഗുണ്ടകളുടെ കൊട്ടേഷൻ സംഘങ്ങളാണ് ഇപ്പോൾ SFI ആയിട്ട് മാറിയിരിക്കുന്നത്. നമുക്കറിയാം ഇപ്പോൾ SFIയിലായാലും ഏത് പാർട്ടിയിലെ അംഗങ്ങളായാലും കൊച്ചു പിള്ളേരായിരിക്കും, 25 വയസ്സ് താഴെ ഒരു പ്രായമുള്ളവരായിരിക്കും ഈ SFIയിലൊക്കെ ആയാലും. സ്വന്തം ഭാവി, തങ്ങളുടെ ഭാവി മുന്നോട്ട് എന്താണ്, പാർട്ടിയാണ് വലുതെന്ന് ഇപ്പം ചിന്തിക്കും, പക്ഷേ പിന്നീട് തങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നൊന്നും ചിന്തിക്കാനോ, ഇത് കാരണം ഇപ്പോൾ ഒരു പോലീസ് കേസായി, ഈ കേസിൽ അകത്താവുകയും ചെയ്യും. അപ്പോൾ തങ്ങളുടെ ഭാവി അന്നേരം പാർട്ടി ഒന്ന് സംരക്ഷിക്കും, അല്ലെങ്കിൽ പാർട്ടി സംരക്ഷിക്കുമെന്നായിരിക്കും ഇപ്പോൾ ഉള്ളൊരു ചിന്ത. പക്ഷേ പിന്നീട് പാർട്ടി സംരക്ഷിക്കില്ല, തങ്ങളുടെ ഭാവിയാണ് പോകുന്നത് എന്ന് ചിന്തിക്കാനുള്ള ബോധം ഈ കുട്ടി സഹാക്കൾക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ തമാശ. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് ഇപ്പോൾ സെൻട്രൽ ജയിലിൽ കഴിയുന്ന കുട്ടി സഹാക്കൾ. അവരുടെ ഏകദേശം അവരുടെ ഭാവി കൂമ്പടഞ്ഞു പോയ ഒരു അവസ്ഥയാണ്. എന്നിട്ടും പ്രസ്ഥാനത്തിന് വേണ്ടി താൻ ജീവിക്കും, അല്ലെങ്കിൽ പ്രസ്ഥാനത്തിന് വേണ്ടി രക്തസാക്ഷിയാകാൻ വേണ്ടി മാത്രം കുറച്ച് കുട്ടി സഹാക്കളെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു സംഘടനയാണ് CPM. ഇവരെ ഭാവി ബലി കഴിപ്പിച്ചിട്ട്, അല്ലെങ്കിൽ ഇവരുടെ ജീവൻ ബലി കഴിപ്പിച്ചിട്ടാണ് ഈ ഒരു അവരുടെ ചോരയിൽ കെട്ടിപ്പടുത്തതാണ് ഈ ഒരു CPM എന്നുള്ളൊരു പാർട്ടി. ആ ഒരു പാർട്ടിയുടെ, അല്ലെങ്കിൽ ഇതുപോലെ ബലി കഴിക്കപ്പെടുന്ന ആൾക്കാരുടെ ചോരയുടെ ചുവപ്പാണ് ആ കൊടിക്ക്, അല്ലാതെ വിപ്ലവത്തിന്റെ ചുവപ്പല്ല. ബലി കഴിപ്പിക്കപ്പെട്ട ഇരകളുടെ ചുവപ്പ്, ആ ചോരയുടെ ചുവപ്പാണ് ആ കൊടിക്ക്. മുൻ നൂറ്റാണ്ടുകളിലേക്ക് തിരിഞ്ഞു നോക്കുകയായിരുന്നെങ്കിൽ ഒരു പാരമ്പര്യം, അല്ലെങ്കിൽ ഒരുപാട് സമരപാരമ്പര്യങ്ങളുള്ള ഒരു പാർട്ടിയാണ് CPM അല്ലെങ്കിൽ CPI. ഈ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരുപാട് സമരകഥകളുടെ അല്ലെങ്കിൽ രക്തസാക്ഷികളുടെയും കഥ പറയാനുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു പ്രതിപക്ഷത്തിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ, അതായത് CPM എന്നൊരു പാർട്ടിക്ക് കേരളത്തിൽ യാതൊരുവിധ പ്രസക്തി ഇല്ലാതായിപ്പോയി. കാരണം അത്രയേറെ ഉണ്ട് ഇവർ ചെയ്തു വെച്ച ഓരോ അക്രമ സംഭവങ്ങളും, ഈ അനീതിയും അഴിഞ്ഞാട്ടവും. പിന്നെ മറ്റൊരു തമാശ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. അതായത് ജലപീരങ്കി ഉപയോഗിച്ചതിന് ആ വെള്ളം കൊണ്ടുവന്ന് പിണറായി വിജയൻ നിയമസഭയിൽ കൊണ്ടുവന്ന് പ്രതിഷേധിച്ചത്, അതായത് തങ്ങളെ ഉപദ്രവിച്ചതാണ്. അപ്പം അതെന്തിൻ്റെ പേരിലാണ് അത് നടന്നതെന്നൊന്നും ചിന്തിക്കുന്നില്ല. അത് പോലീസുകാർ ജലപീരങ്കി ഉപയോഗിച്ചതാണ് പിണറായി വിജയൻ്റെ കണ്ണിൽ തെറ്റായിട്ട് തോന്നിയത്. അത് ശരിക്കും PM ശ്രീ പദ്ധതി നിന്ന് സർക്കാർ പിന്മാറണമെന്ന ആവശ്യത്തോടെ AYFന്റെ പ്രവർത്തകർ നടത്തിയ സമരമാണ്. ആ ഒരു സമരത്തിലാണ് പോലീസ് ആ ഒരു ജലപീരങ്കി പ്രയോഗിച്ചത്. അത് ആ ഒരു ജലപീരങ്കിയിൽ നിന്ന് വരുന്ന വെള്ളം നേരെ താഴത്തേക്ക്, ആ ചെളിവെള്ളം വാരി ഈ ഒരു MLA രാജൻ്റെ കയ്യിൽ കൊടുക്കുക. ആ MLA രാജൻ നേരെ പിണറായി വിജയൻ്റെ കയ്യിൽ കൊടുക്കുകയുമായിരുന്നു. ഇതാണ് ഈ ഒരു നിയമസഭയിൽ കാണിച്ചു കൊണ്ടുവന്ന അദ്ദേഹം അവസാനം പിറ്റേ ദിവസം വളരെ ഇളഭ്യനായി കണ്ടത്. അപ്പോൾ ഇവർ ആലോചിക്കണം, ഇവർ ചെയ്യുന്നത് എന്ത്, പറയുന്നത് എന്ത്, എന്തിനാണ് ചെയ്യുന്നത് എന്തെന്ന്.